SIP എന്ന് പറയുമ്പോഴത്തേക്ക് പലരും കേട്ടിട്ടുണ്ട്, അതായത് സ്റ്റോക്കിൽ SIP ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യാം, ഇല്ലെങ്കിൽ ETF-ൽ SIP ചെയ്യാം എന്നുള്ളത്. എന്നാൽ പലർക്കും ക്രിപ്റ്റോ കറൻസിയിൽ SIP ചെയ്യാമെന്ന് അറിയുകയില്ല. നമുക്ക് എന്നാൽ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് എങ്ങനെ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് SIP ചെയ്യാം എന്നുള്ളത്. ദിസ് ഈസ് മീ ആര്യൻ ഹിയർ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമുക്ക് SIP ചെയ്യാനായിട്ട് വളരെ ചുരുക്കം പ്ലാറ്റ്ഫോംസുകൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് CoinDCX. സോ CoinDCX-ൽ നമുക്ക് SIP ആയിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ SIP ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. SIP ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോയിൻസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് BTC ഇല്ലെങ്കിൽ എത്തീരിയത്തിൽ നിങ്ങൾ SIP ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. രണ്ടാമത്തത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് SIP നമുക്ക് ഡെയിലി ചെയ്യാം, വീക്ക്ലി ചെയ്യാം ആൻഡ് മന്ത്ലി ചെയ്യാം. ബെറ്റർ നിങ്ങൾ വീക്ക്ലി ഇല്ലെങ്കിൽ മന്ത്ലി ചെയ്യുക. ഡെയിലി ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ UPI മാക്സിമം യൂസ് ചെയ്യുക നമ്മുടെ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട്. അതല്ല നിങ്ങൾക്ക് കുറേ അധികം ഉണ്ടെങ്കിൽ, നിങ്ങളിലെ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ബാങ്ക് ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. എക്സ്ട്രാ ചാർജസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യുക. ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ ആപ്പ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാം കറന്റ് സ്റ്റാറ്റസ് എന്താണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ എക്സസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ മറക്കേണ്ടാത്ത 2 പോയിന്റ്സ് ആണ്. BTC ആൻഡ് എത്തീരിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ആൻഡ് സെക്കൻഡ്ലി പറഞ്ഞ പോലെ വീക്ക്ലി ഇല്ലെങ്കിൽ മന്ത്ലി ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ നേരെ നോക്കാം എങ്ങനെ നമുക്ക് ക്രിപ്റ്റോയിൽ SIP ചെയ്യാം എന്നുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ CoinDCX-ൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട്, ഓപ്പൺ ചെയ്യുക. ഇനി ആ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മളുടെ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ആൻഡ് ഓൾസോ എങ്ങനെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം എങ്ങനെ നമുക്ക് ഒരു SIP നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാനായിട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഫണ്ട് കൊടുക്കാം. പോർട്ട്ഫോളിയോ പോയിട്ട് നേരെ ഡെപ്പോസിറ്റ് INR കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനിയും എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ നേരെ വെബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്കിവിടെ കാണാൻ സാധിക്കും SIP എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നേരെ താഴെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ടോപ്പിൽ കോയിൻ ഏൺ ആൻഡ് SIP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ SIP എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് നേരെ എടുക്കാവുന്നതാണ്. അതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ SIP ഇത് ബിൽഡ് ചെയ്തേക്കുന്നു. കാരണം പലരും SIP എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് പലർക്കും പുതിയൊരു അറിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് BTC, എത്തീരിയം, റിപ്പിൾ, ഡോജ്, സൊളാനോ, ഷിബ്, കാർഡാനോ ഇതിലേതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് SIP ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ എന്തായാലും BTC-ൽ നേരെ SIP ഒന്ന് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വീക്ക്ലി ഉണ്ട്, ഇതുപോലെ നിങ്ങൾക്ക് എവറി സാറ്റർഡേ. ഓൾറെഡി ഇതിപ്പം ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് കിടക്കുകയാണ്. ഇനി അടുത്തത് എത്ര രൂപ വേണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 rupees ആക്കി വെച്ചിട്ടുണ്ട്. 500 rupees വീക്ക്ലി നമ്മളൊരു SIP അത് ഏതിലാണ് BTC-ലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് താനും. നേരെ ഇത് പോകുമ്പോഴത്തേക്ക് ഇവിടെ സ്വൈപ്പ് ടു പേ നമ്മൾ നേരെ ഓപ്ഷൻ കൊടുക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് നേരെ നമുക്കിത് വരുന്നത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 14th മാർച്ചിലാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുന്നത് 21st മാർച്ച് 2026-ലാണ്. അതായത് അപ്കമിങ്. എല്ലാ വീക്ക്ലി അല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം വീക്ക്ലി എവറി സാറ്റർഡേ 500 rupees SIP എമൗണ്ട് 500 rupees ആണ്. ക്രിയേറ്റഡ് ഓൺ 14th മാർച്ച് 2026. എല്ലാ 7 daysലും നമുക്കിത് നടക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാലറ്റിൽ, അതായത് നിങ്ങളുടെ CoinDCX-ന്റെ വാലറ്റിൽ ഫണ്ട് ആഡ് ചെയ്ത് വെക്കുക. നമുക്ക് നോർമൽ SIPs എങ്ങനെയാ, നമ്മളുടെ ഫോൺ പേയിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ CoinDCX-ന്റെ വാലറ്റിൽ തന്നെ ആഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ക്രിപ്റ്റോയിൽ എങ്ങനെ SIP നിങ്ങൾക്ക് ചെയ്യാം. BTC-ൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ XRP, എത്തീരിയം ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ്
പ്ലീസ് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോസ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.